മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രതാപനാണെങ്കിൽ ജാനമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി ഞാൻ പറയുന്നത് പോലെ കേൾക്കണമെന്ന്. ഇത് കേട്ട് ജാനമ്മ പറയാണ്, അയ്യോ സാറേ, ഇനി ഞങ്ങളെ കൊണ്ട് വേണ്ടതൊന്നും ചെയ്യിപ്പിക്കരുത്. അറിയാലോ ദേവരാജൻ്റെ അവസ്ഥ. ആ, എല്ലാം അറിയാം. പക്ഷേ നിങ്ങൾക്ക് ഇനി മുന്നോട്ട് സുഖമായിട്ട് ജീവിക്കണമെങ്കിൽ ഞാൻ പറയുന്നതനുസരിച്ചേ മതിയാകൂ. ദേ, അമ്മയും മരുമോളും ഈ ഓണക്കൊടി പിടിക്കുക. അയ്യോ സാറേ, ഇതൊന്നും വേണ്ട എന്നിങ്ങനെ ജാനമ്മ പറയുമ്പോൾ, ഇത് പിടിച്ചേ എൻ്റെ വകയുള്ള ആദ്യത്തെ സമ്മാനമായിട്ട് കണക്കാക്കിയാൽ മതി. അങ്ങനെ ജാനമ്മയും രമണിയും ആ ഒരു ഓണക്കൊടിയൊക്കെ വാങ്ങുകയാണ്. ശേഷം പ്രതാപം പറയുന്നുണ്ട്, ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഇനി നിങ്ങൾ ആരെയും തല്ലാനോ കൊല്ലാനോ ഒന്നിനും പോകേണ്ട. മേലനങ്ങാതെ പൈസ കിട്ടുന്ന ജോലിയാണ് പറയുന്നത്. ദേ, ആ അനന്തുവിൻ്റെയും ലേഖയുടെയും മറ്റുള്ളവരുടെയും കണ്ണ് തെറ്റുന്ന സമയത്ത് കുഞ്ഞിനെ ഹാളിലോ മറ്റോ ഒരാൾക്ക് എടുത്തിട്ട് പോകാൻ പാകത്തിലേക്ക് കിടത്തിയാൽ മാത്രം മതി. ബാക്കി ഞാൻ വിടുന്ന ആൾ നോക്കിക്കോളും എന്നൊക്കെ പറയുമ്പോൾ, അയ്യോ സാറേ, എന്തൊക്കെയാ പറയുന്നത്? ആ, ഞാൻ പറയുന്നതേ അങ്ങ് അനുസരിച്ചാൽ മാത്രം മതി. എത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ഒരു പ്രാവശ്യം എന്നെ പറ്റിച്ചു, ഇനിയും പറ്റിക്കാൻ നോക്കണ്ട. മാത്രമല്ല, അങ്ങനെ എന്നെ പറ്റിക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിലേ ദേവരാജന് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത പൈസയും ആദ്യം അഡ്വാൻസായി കൊടുത്ത പൈസയും എനിക്കിപ്പം തന്നെ തിരിച്ചു കിട്ടണം. അത് തിരിച്ചു തരാനുള്ള വകയൊന്നും നിങ്ങളുടെ കയ്യിലില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അങ്ങനെ ഞാൻ പറയുന്നത് ചെയ്തില്ലെങ്കിൽ, ആ കുഞ്ഞിനെ ഞാൻ പറയുന്ന സ്ഥലത്ത് പറയുന്ന സമയത്ത് കിടത്തിയില്ലെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കൊണ്ട് നിങ്ങൾക്ക് ദ്രോഹങ്ങൾ മാത്രമേ ഉണ്ടാകുള്ളൂ. എന്തായാലും ജയിലിൽ കാത്ത് കിടക്കുന്നവനാണ് ഞാൻ. ദേവരാജനെ നന്നായിട്ട് അറിയാം. അവൻ എന്തായാലും കള്ളും കുടിച്ച് ദൂർത്തടിച്ചിറക്കുന്നവനാണെന്നും എനിക്കറിയാം. അതുകൊണ്ട് കാര്യം നടക്കുകയാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഞാൻ പൈസ മണി മണി പോലെ വെച്ച് തരുമെന്നൊക്കെ പറയുമ്പോൾ ജാനമ്മ പറയുന്നുണ്ട്, ഈ ദ്രോഹം എന്നെക്കൊണ്ട് ചെയ്യിക്കണമെന്ന്. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബമാണോ വലുത് അതോ ആ കുഞ്ഞാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, സാറേ, എന്നാലും അതൊരു പാവം കൊച്ചല്ലേ. അതൊക്കെ ശരി തന്നെയാണ്, അല്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിച്ചേ മതിയാകൂ. അല്ലെങ്കിൽ ഈ പ്രതാപൻ്റെ മറ്റൊരു മുഖം നിങ്ങൾ കാണുമെന്നൊക്കെ ഇങ്ങനെ പറയുക. എന്നിട്ട് അവിടെ നിന്നും ഭീഷണിപ്പെടുത്തിയിട്ട് പോകുന്നുണ്ട്. ഈ സമയം ജാനമ്മയാണെങ്കിൽ രമണിയോട് പറയാണ്, ഇയാളൊരു ദുഷ്ടനാണെന്നുകൂടി. ആ, അയാൾ ദുഷ്ടനോ പാവോ എന്തായിക്കോട്ടെ, പക്ഷെ അയാൾ പറയുന്ന ജോലി അമ്മ കൃത്യമായിട്ട് ചെയ്തേക്കണം. മനസ്സിലായല്ലോ? അല്ലെങ്കിൽ ദേവരാജേട്ടൻ്റെയും നമ്മുടെയൊക്കെ ജീവിതം എന്തായാലും കുളമാവും. അയാൾ അല്ലെങ്കിൽ കുളമാക്കി തരും. ജയിൽ പുള്ളിയാണെന്ന് മറക്കേണ്ട. മാത്രമല്ല, അമ്മയ്ക്ക് കിട്ടുന്ന നക്കാപ്പിച്ച കൊണ്ട് ഈ കുടുംബം മുന്നോട്ട് കൊണ്ടുപോകാനൊന്നും പറ്റില്ല. അതുകൊണ്ട് അയാൾ പറയുന്നത് അങ്ങനെ ചെയ്താൽ മാത്രം മതി. പിന്നെ ദേവരാജേട്ടൻ്റെ ചികിത്സയ്ക്കും പൈസ വേണമല്ലോ. അപ്പോൾ വെറുതെ അയാളെ ധിക്കരിച്ച് ഓരോന്ന് വാങ്ങിക്കട്ട നിൽക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രമണിയാണെങ്കിൽ അകത്തേക്ക് കയറിപ്പോവുകയാണ്. ഈ സമയം ജാനമ്മയാണെങ്കിൽ നെഞ്ചു പൊട്ടി അങ്ങനെ കരയുന്നുണ്ട്. ശേഷം പ്രതാപം കൊടുത്ത ആ ഒരു ഓണക്കൂടി ദേഷ്യത്തോടു കൂടി തന്നെ അങ്ങനെ അമർത്തി പിടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കണ്ണനും മഹിയും ഉറങ്ങാതെ കുഞ്ഞിനെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയം കണ്ണൻ പറയുന്നുണ്ട്, ലേഖയും അനന്തവും കുഞ്ഞിനെ കാണാതെ ആകെ വിഷമത്തിലായിരിക്കുമെന്ന് പറയുമ്പോൾ അതിനിപ്പോൾ പറയാനുണ്ടോ? അവൾക്കാണെങ്കിൽ കുഞ്ഞിവിടെ ഒട്ടും സുരക്ഷിതമല്ല എന്നുള്ള ആകെ ഉള്ളൊരു പരാതി മാത്രമേ ഉള്ളൂ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചപ്പോഴൊക്കെ അതേക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരുന്നത്. ആ, അമ്മയെ വിശ്വസിക്കാമെങ്കിലും ആ ഉണ്ണിയും കരുണിയും ഇപ്പോഴും പണ്ടത്തെ അതേ അവസ്ഥയിൽ തന്നെയാണെന്നൊക്കെ കണ്ണൻ പറയുന്നു. എൻ്റെ മനസ്സിനകത്ത് എന്തോ ഒരു വല്ലാത്തൊരു ആളൽ പോലെ ലേഖയുടെ വിഷമമായിരിക്കാം. കുഞ്ഞിനെ അവൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ, ആ, എന്തായാലും താനിപ്പോൾ അങ്ങോട്ട് വിളിക്കണ്ട, കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യേ, എന്നിട്ട് ഇങ്ങോട്ട് വിളിക്കാമെന്ന് നോക്കാം. ശരിയെന്ന് പറഞ്ഞുകൊണ്ട് അവരാണെങ്കിൽ കാത്തിരിക്കുകയാണ് ലേഖയുടെ കോളിന് വേണ്ടിയിട്ട്. ഈ സമയം ലേഖയാണെങ്കിൽ ഉറങ്ങാതെ ബെഡിൽ അങ്ങനെ ഇരിക്കുമ്പോൾ അനന്തുവാണെങ്കിൽ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി ലേഖ, ഉറങ്ങുന്നില്ലേ എന്നും. ഇല്ല അനന്തുവേട്ടാ, എനിക്കെന്തോ ഉറക്കം വരുന്നു. ഇങ്ങനെ ഉറങ്ങാതിരുന്നിട്ട് എന്താ കാര്യം? ഓണം കഴിഞ്ഞ് എന്തായാലും കുഞ്ഞിനെ അവർ കൊണ്ടുപോകും. എന്നാലും അവിടെ ഒട്ടും സുരക്ഷിതമല്ല കുഞ്ഞെന്നൊക്കെ പറയുമ്പോൾ, കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നതേ അതിൻ്റെ അമ്മയും അച്ഛനാണ്. അതുകൊണ്ട് നമ്മളെന്തിനാ പേടിക്കുന്നത്? നീ കിടക്കാൻ നോക്ക്. അനന്തുവേട്ടന് കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? ഉറക്കം വന്നിട്ടല്ല, എന്നാലും എന്ത് ചെയ്യാനാ, നമുക്കിതൊക്കെ സഹിച്ചല്ലേ മതിയാവുള്ളൂ എന്നൊക്കെ അനന്ത് പറയുന്നു. പെട്ടെന്നാണ് മഹിയാണെങ്കിൽ ലേഖയുടെ ഫോണിലേക്ക് വിളിക്കുന്നത്. ദേ, മഹി വിളിക്കുന്നു. എന്താ, ഉറങ്ങിയില്ലേ എന്നിങ്ങനെ മഹി ചോദിക്കുമ്പോൾ, ഇല്ല ഉറങ്ങിയില്ല, ഉറക്കം വന്നില്ല, നീലമോളെ കാണാനായിട്ട് തോന്നി. എങ്കിലേ പെട്ടെന്ന് വാ, വീഡിയോ കോളിൽ കുഞ്ഞിനെ കാണിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിയാണെങ്കിൽ വീഡിയോ കോൾ വിളിക്കുകയാണ്. എന്നിട്ട് നീലമോളെ കാണിക്കുന്നുണ്ട്. ലേഖയ്ക്കാണെങ്കിൽ ഒത്തിരി സന്തോഷമാവുന്നു. നാളെ രാവിലെ തന്നെ അങ്ങോട്ട് വന്നോളാം എന്നൊക്കെ പറയുമ്പോൾ ഇത് കേട്ട് ലേഖയ്ക്ക് ഒത്തിരി സന്തോഷമാവുകയാണ്. മാത്രമല്ല, നാളെ ഞങ്ങൾ ഓഫീസിലേക്ക് പോകുമ്പോൾ മഹിയായിരിക്കും ഇനി കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടാവുക എന്നൊക്കെ പറയുകയാണ് കണ്ണൻ. ആ, അതുകൂടി കേൾക്കുമ്പോൾ ലേഖയ്ക്കാണെങ്കിൽ ഇരട്ടി സന്തോഷമാവുകയാണ്. കാരണം കുഞ്ഞിനെ മുഴുവൻ സമയവും നോക്കേണ്ടത് ലേഖയാണല്ലോ. ഇപ്പൊ കുഞ്ഞിനെ സ്വന്തം അമ്മയേക്കാൾ നിനക്കാണല്ലോടി വിട്ടുപിരിഞ്ഞിരിക്കുന്നതിൽ കൂടുതൽ വിഷമമെന്നൊക്കെ ലേഖയോട് ചോദിക്കുമ്പോൾ
മഹി പറയുന്നുണ്ട്, അമ്മമാർക്ക് കുഞ്ഞുങ്ങളെ സ്നേഹിക്കാനല്ലേ കണ്ണേട്ടാ പറ്റുള്ളൂ എന്നൊക്കെ. എന്തായാലും കുഞ്ഞിനെ കണ്ടില്ലേ, ഇനി സന്തോഷത്തോടെ കിടന്നുറങ്ങാനായിട്ട് മഹിയാണെങ്കിൽ ലേഖയോട് പറയുന്നു. അങ്ങനെ ഫോൺ കട്ട് ചെയ്തതിന് ശേഷം ലേഖയാണെങ്കിൽ ഒരു ഉന്മേഷത്തോട് കൂടിയിട്ട് നാളെ രാവിലെ ആകാൻ കാത്തിരുന്ന് കിടന്നുറങ്ങുന്നുണ്ട്. ശേഷം മഹിയോട് കണ്ണൻ പറയുകയാണ്, ഇത് ആപത്താണ്. ലേഖ ജർമ്മനിയിൽ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിട്ടും അവരായിട്ടൊന്നും അധികം അടുത്തിട്ടില്ല. ലേഖയുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ സ്നേഹിച്ചാൽ അവൾ ഒരിക്കലും ഒരിക്കലും വിട്ടുകൊടുക്കില്ല. മാത്രമല്ല അയാളിൽ നിന്നും പിരിഞ്ഞു വരിക വളരെ കഷ്ടമുള്ള കാര്യമാണ്. അതെനിക്ക് മനസ്സിലായി കണ്ണേട്ടാ. പ്രഗ്നൻസി കാലഘട്ടം മുതലേ ഞാൻ അവിടെയായിരുന്നല്ലോ. അതുകൊണ്ട് ലേഖയുടെ സ്വഭാവം ഞാൻ മനസ്സിലാക്കിയതാണ്. എത്രയും പെട്ടെന്ന് ലേഖയുടെയും അനന്തുവിൻ്റെയും ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണം. ഒരു കോമ്പൗണ്ടിൽ ഒരു വീട്, ഒരു പ്ലോട്ട് കണ്ടെത്തണം എന്നൊക്കെ കണ്ണൻ പറയുന്നു. ഒരു വശത്ത് നമ്മളെ ദ്രോഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു കൂട്ടം ആളുകൾ, മറുവശത്താണെങ്കിലോ ലേഖയെയും അനന്തുവിനെയും പോലുള്ള ആളുകൾ. എന്തായാലും അവരുടെ ആഗ്രഹം നമ്മൾ മുഖേന സാധിച്ചു കൊടുക്കണമെന്നൊക്കെ കണ്ണനും മഹിയും തീരുമാനിക്കുകയാണ്. അങ്ങനെ ദുർഗയാണെങ്കിൽ പൂജാ റൂമിൽ അത് രാവിലെ തന്നെ കയറി വിളക്കൊക്കെ കൊളുത്തിയിരിക്കുകയാണ്. ഈ സമയം തൻ്റെ മകളും മരുമകനും തന്നെ വിശ്വസിക്കണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ദുർഗ നിൽക്കുന്നത്. അപ്പോഴേക്കും അവിടേക്ക് മഹി വരികയാണ്. മഹി ആ കാഴ്ച കാണുമ്പോൾ തന്നെ വല്ലാത്ത സന്തോഷത്തിൽ ചോദിക്കുന്നുണ്ട്, അമ്മ നേരത്തെ തന്നെ എഴുന്നേറ്റോ? സത്യം പറയാലമ്മേ, ഞാൻ പ്രസവത്തിന് ശേഷം നേരത്തെ എഴുന്നേൽക്കാറില്ല, കുറച്ച് വൈകി എണീക്കാറുള്ളൂ. അത് സാരില്ല മോളെ, ഉറക്കം കിട്ടേണ്ട സമയമല്ലേ എന്നൊക്കെ പറഞ്ഞ ദുർഗയാണെങ്കിൽ മഹിയോട് തൻ്റെ അനുഭവത്തെക്കുറിച്ച് പറയുന്നു. സത്യം പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ അച്ഛൻ്റെ മരണത്തിന് ആരാണ് ഉത്തരവാദി എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ദൈവങ്ങളെ പോലും ഞാൻ ആത്മാർത്ഥതയോടെ വിളിക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഈ പൂജാ റൂമിൽ വന്ന് അയ്യപ്പ വിഗ്രഹത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ കണ്ണു തുറക്കുന്ന സമയത്ത് ആ വിഗ്രഹത്തിന് ശരിക്കും ജീവനുള്ളതുപോലെയൊക്കെ തോന്നിയിട്ടുണ്ട് മോളെ. എന്തായാലും ഞാൻ ഒരുപാട് പാപങ്ങൾ ചെയ്തു കൂട്ടി. അതൊക്കെ തന്നെ എനിക്ക് ഒഴുകിക്കളയണം. കണ്ണനോടാണ് ഞാൻ കൂടുതലും ചെയ്തത്. അവന് എന്നോ എഴുന്നേറ്റ് നടക്കേണ്ടതായിരുന്നു. പക്ഷേ എൻ്റെ അനിയൻ എന്ന സഹോദരൻ എന്ന ക്രൂരനായിട്ടുള്ള ആ ചെകുത്താൻ്റെ വാക്ക് കേട്ട് കണ്ണനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു എന്നൊക്കെ ദുർഗ പറയുമ്പോൾ, സാരമില്ലമ്മേ, ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും മോള് പ്രാർത്ഥിച്ചിട്ട് വായെന്ന് പറഞ്ഞുകൊണ്ട് ദുർഗയാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ താഴത്തേക്ക് എത്തുന്ന ദുർഗയാണെങ്കിൽ കാണുന്ന കാഴ്ച മഞ്ജു അത് രാവിലെ തന്നെ അടുക്കളയിലേക്ക് കയറി ദോശയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോ മോളെ, നീ എന്തിനാ ഇപ്പോൾ അടുക്കളയിൽ കയറിയത്? ഇതൊക്കെ ചെയ്യാൻ അമ്മ ഇവിടെയില്ലേ? അമ്മയെ ഉണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശ്വാസമില്ല. പ്രത്യേകിച്ച് കുഞ്ഞും ഏടത്തിയും ഏട്ടനൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളെയൊന്നും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ, മോളെ ഇപ്പോൾ അടക്കം പൂജാ റൂമിൽ കയറിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചതേ എൻ്റെ മോളും മരുമോനും എന്നെ വിശ്വസിക്കണമെന്നാ. അതിനെ കുറച്ച് സമയം എടുക്കുമെന്നിങ്ങനെ മഞ്ജു പറയുമ്പോൾ ഇതൊക്കെ കേട്ടുകൊണ്ട് മഹിയാണെങ്കിൽ അങ്ങോട്ട് വരികയാണ്. ദേ മഞ്ജു, ഏത് സമയം നോക്കിയാലും അമ്മ എന്തിനെങ്ങനെ പഴിക്കുന്നത്? അമ്മ മാറിയെന്ന് പറഞ്ഞതല്ലേ? നിങ്ങളൊക്കെ വിശ്വസിച്ചാലേ ഞാൻ വിശ്വസിക്കില്ല അടുത്തി. എനിക്ക് കുറച്ച് സമയം വേണമെന്ന് മഞ്ജു വീണ്ടും പറയുന്നു. എന്നാലും നീ ഇങ്ങനെ അമ്മയെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല ഏടത്തിക്ക് അറിയാലോ, ഇന്ന് ഏടത്തിയും കുഞ്ഞും എവിടെ നിന്നും പോയാലും കണ്ണേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണ്. വിഷവാതകം AC-യിൽ നിറച്ച കാര്യമൊന്നും മറന്നിട്ടില്ലല്ലോ. അതൊന്നും എനിക്ക് പെട്ടെന്ന് മറക്കാനായിട്ട് കഴിയില്ല. പിന്നെ അബദ്ധവശാൽ പോലും കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് എവിടേക്കും പോവരുത്. ഏട്ടത്തി എത്രയും പെട്ടെന്ന് ലേഖയെടുത്തിട്ട് വീട്ടിലേക്ക് പോകണമെന്നൊക്കെ പറയുമ്പോൾ, അത് പിന്നെ അറിയാമല്ലോ മഞ്ജു, ഇപ്പം നിന്നെ അങ്ങോട്ട് വിട്ടാച്ചിരിക്കും നടക്കാൻ ലേഖയുടെ ബുദ്ധിയാണ്. അവൾക്കറിയാം നീ ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ കുഞ്ഞിനെ വീട്ടിലിരിക്കുമെന്ന് തോന്നുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ അവൾ ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ മഹി പറയുന്നു. അങ്ങനെ മഞ്ജു പറയുന്നുണ്ട്, ആ കരുണ അവളുടെ അച്ഛനും ചേർന്നിട്ട് ഓണം കൊളാക്കുന്നത് പോലെയൊക്കെ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ കണ്ണേട്ടൻ ഇവിടെ തനിച്ചല്ലേ, ഞാൻ എന്തായാലും ഈ ഓണം കഴിഞ്ഞിട്ടേ പോകുന്നുള്ളൂ എന്നൊക്കെ മഞ്ജു മഹിയോട് പറയുമ്പോൾ, ദുർഗയ്ക്കാണെങ്കിൽ അത് കേൾക്കുമ്പോൾ സന്തോഷമാവുന്നുണ്ട്. പക്ഷെ മഞ്ജു തന്നെ മനസ്സിലാക്കാത്തതിൽ വളരെ ദുഃഖവും തോന്നുകയാണ്. അപ്പോൾ അതൊക്കെ കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. കാത്തിരിക്കാം നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്. ബൈ ബൈ.